ഹായ് എവ്രി വൺ. സോ ഞങ്ങൾ മുപ്ലിയം ഗ്രാമം പരിചയപ്പെടുത്തിയതിന് ശേഷം ഇപ്പോൾ ഞാനുള്ളത് കോടാലി പട്ടണം. അതെ, എൻ്റെ കസിൻ്റെ വീടിൻ്റെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് കോടാലി. ഹായ് എവ്രി വൺ. സോ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എൻ്റെ കസിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ കസിൻ്റെ വീട്ടിൽ കസിൻസ് മാത്രമല്ല കുറേ ആൾക്കാരെ പരിചയപ്പെടുത്താനുണ്ട്. അതിലാദ്യത്തെ ആളാണ് നമ്മുടെ കാനു. ഓക്കെ, അപ്പോൾ ഇവരുടെ കൂടുതൽ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വരാം. കാനു, ഈ കാനുന്റെ ഫേസിന് ഒരു പ്രത്യേകത ഉണ്ട്. കാനു എപ്പോഴും ചിരിച്ചിട്ടായിരിക്കും. കാനു കാണിച്ചു കൊടുത്തേ കാനു. എന്നെങ്കിലും ഒന്ന് വെറുതെ വിടടാന്നാണ് അവളുടെ മൈൻഡ് വോയിസ്. നോക്കിയത് കിടക്കണം. ഹായ് എവ്രി വൺ. ഇന്ന് ഫുള്ള് ഇവിടെ ഫോട്ടോഷൂട്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ഒരാൾ ഇവിടെ ഒരുങ്ങി നിൽപ്പുണ്ട്. ഞാനാണ് ക്യാമറ വുമൺ. കസിൻ്റെ വീട്ടിൽ കുറേ പേരുണ്ടെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒരാളാണ് ഇവൻ എനിക്ക് അധികം പരിചയപ്പെടുത്താനോ ആക്റ്റീവായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ബിക്കോസ് അവന് കുറച്ച് വയ്യായിക്ക് ഉണ്ട്. അപ്പോൾ അവന് ഡ്രിപ്പ് ഇട്ടിരിക്കുകയാണ് ആൻഡ് ഓൾസോ ഇഞ്ചെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ചെയ്യാൻ നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരെയൊന്നും വിളിക്കാറില്ല. നമ്മുടെ കസിൻ ബ്രദർ തന്നെ നല്ല ആക്റ്റീവായിട്ട് ഇതെല്ലാം ചെയ്യും. ഇതെൻ്റെ വേറൊരു കസിൻ ബ്രദർ. ഇവിടെ മൊത്തത്തിൽ എനിക്ക് 3 കസിൻസ് ഉണ്ട്. അങ്ങനെ വെക്കേഷൻ എല്ലാം കഴിഞ്ഞു. ഞാൻ തിരിച്ച് വർക്കിന് കയറാൻ പോവാണ് ഇന്ന് മുതൽ. അപ്പോൾ ഇനി മുതൽ ഇത്ര ആക്റ്റീവായിട്ട് വീഡിയോസ് എടുക്കാൻ എൻ്റെ കസിൻ സിസ്റ്റർ ഉണ്ടാവില്ല. ഞാൻ തിരിച്ച് ചാലക്കുടിയാണ് എൻ്റെ ഓഫീസ്. സോ അവിടത്തേക്ക് പോവാണ്. അപ്പോൾ പറഞ്ഞു ഒരു ഔട്ട്രോ എൻ്റെ ഔട്ട്രോ ഇങ്ങനെ പറയണ്ടേ? ബൈ ബൈ അല്ല, താങ്ക് യു സോ മച്ച് എന്ന് പറയണം. ഓക്കെ, അപ്പം ശരി, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. എടി പറയടി അതെങ്കിലും.